നമുക്കൊരു കുഞ്ഞ് അവിയലുണ്ടാക്കിയാലോ? എല്ലാവർക്കും അവിയൽ ഇഷ്ടമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിയലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. പിന്നെ പച്ചക്കറി ഒരുപാട് വരുന്നതുകൊണ്ട് ഇതിങ്ങ കഴിക്കുകയും ചെയ്യണോണ്ടും നല്ലതാലോ. അല്ലെങ്കിൽ തന്നെ വെജിറ്റബിൾസ് ഇവർ കഴിക്കൽ കുറവാണ്. അപ്പോൾ അവിയലുണ്ടാക്കി കൊടുത്താൽ ഇവരൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഒരു അവിയലുണ്ടാക്കിയേക്കാം. അപ്പോൾ ഞാൻ അവിയലുണ്ടാക്കാൻ വേണ്ടി തന്നെയായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കുറച്ച് കഷ്ണങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അധികം വെള്ളം ഒഴിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ അവിയലിന് വെള്ളം ഒഴിക്കാതെ അത് ആ ആവിയിൽ വെന്ത് തന്നെ. അപ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ ചുവട്ട് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുക്കണത്. ശരിക്കും പറഞ്ഞാൽ അവിയൽ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കണ്ട. നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ചേനയൊക്കെ ഇട്ടൊന്ന് വരട്ടി കഴിഞ്ഞ് ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചാൽ മതി. മാങ്ങയായിട്ട് ഞാനിരുന്നേ, മോരല്ല മാങ്ങ ഇടുന്നത് പുളിക്ക് വേണ്ടി, പിന്നെ പച്ചമുളകും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുവിധം പെട്ടെന്ന് ആവി കയറി വെന്ത് തുടങ്ങും കേട്ടോ. ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊണ്ടാണ് പണി. ഞാൻ വെള്ളം ഒന്ന് പറ്റിക്കിട്ടണ്ടേ. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നല്ല ആവിയിൽ നല്ല ഇതിൽ വെന്ത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ കുഴകുഴാന്നിരിക്കില്ല, നല്ല ടേസ്റ്റായിക്കുള്ളൂ. ഈ കല്യാണത്തിനൊക്കെ വെക്കണ അവിയിൽ അവർ വെള്ളം ഒഴിക്കത്തില്ല, അവർ ആ ആവിയിൽ തന്നെ വേവിച്ചെടുക്കണേ. ഞാൻ അങ്ങനെ വെക്കാറുണ്ട്, പക്ഷേ ഇത് എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അതാകുമ്പോൾ നമുക്ക് വേഗം കഴിയുകയും ചെയ്യും. ഇനിയിപ്പോൾ അതിൻ്റെ മേലിൽ ഇച്ചിരി തേങ്ങ ഒതുക്കിയിട്ടാൽ മാത്രം മതി. ഞാൻ തേങ്ങ അധികം ഇവിടെ ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തേങ്ങ ഇവിടെ അധികം ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് തേങ്ങ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. പക്ഷേ നിങ്ങളൊക്കെ വെക്കുമ്പോൾ നല്ലോണം തേങ്ങ ഇടണം. തേങ്ങ നല്ലോണം വന്നാലാണ് അവിയലിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ തേങ്ങ കുറയുമ്പോൾ ആ ടേസ്റ്റും കുറയുമെന്ന് ഒന്ന്. അപ്പോൾ ഞാനിത് ഒരുവിധം നല്ല വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഒതുക്കിയത് അങ്ങ് ഇട്ടാൽ മതി. തേങ്ങ ഒതുക്കിയത് ഇട്ട് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റണം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് പയ്യെ ഒന്ന് ആവി കയറുമ്പോൾ പിന്നെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കണം. ഇളക്കി കൂട്ടി കുറച്ച് നേരം കഴിയുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും വേപ്പില ഇട്ട് കഴിഞ്ഞാൽ അവിയൽ റെഡി. ഇത് ഞാൻ പിന്നെ ഇത്ര അവിയലുണ്ടാക്കണോണ്ട് ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഇവിടെ കറിയും വെക്കണ്ട. ഞാനിപ്പോൾ ഇതെടുത്തിട്ട് പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ബാക്കി നമുക്ക് ഇന്നത്തേക്കും ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും കൂട്ടാനുള്ള വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ നാളെ നമുക്കതെടുത്ത് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരുവിധം ക്വാണ്ടിറ്റിയിൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. നമുക്കപ്പോൾ ഡെയിലി കിടന്ന് കറി വെക്കാനായിട്ട് വരണ്ട. ഞാൻ അങ്ങനെ ചെയ്യാറ്. മിക്കവാറും ഇന്ന് എനിക്ക് കറി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് പിന്നെ ഒരു കറിയും വെക്കേണ്ട വരില്ല, കഞ്ഞി മാത്രം വെച്ചാൽ മതിയാവും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പണി കുറച്ച് കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഡെയിലി കറി വെക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയല്ലേ. അപ്പോൾ ഞാൻ മിക്കവാറും എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി അധികം ഉണ്ടാക്കും. അപ്പം അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം കറി ആവുമല്ലോ. അപ്പോൾ മീൻ കറി വെക്കൽ ഒരു 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ അവിയൽ ഏകദേശം മൊത്തത്തിൽ റെഡിയായി. ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ ഉണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ചാൽ മതി, നമ്മൾ കഴിക്കാറാകുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ അവിയൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ.